നമുക്ക് സ്കൂളിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം ഉണ്ടാക്കിയാലോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിൽ ഇതുപോലെ പീസസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു 2 പീസ് അതിന് ലെങ്ത്തും വിഡ്ത്തൊക്കെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. അതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ട് ബാക്കി 3 സൈഡ് നമ്മളിതുപോലെ 2 പീസിനെ നല്ല വശവും ചേർത്തിട്ട് റോങ് സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ആക്കി ഇടുന്നത് അതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അജ്രക് പീസ് എടുത്താണ്. പിന്നെ ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഒരു ഭാഗത്ത് നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്പണിങ്ങിലൂടെ നമ്മൾ ആ നല്ല വശത്തെ പുറത്തേക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, കോർണേഴ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഷാർപ്പൺ ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ, അത് വിഷയമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ തുണി കഷ്ണങ്ങൾ ബാക്കിയുണ്ടാവും. പ്രത്യേകിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളിൽ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്കാണെങ്കിലോ കളയാനും തോന്നില്ല. ഇനി എന്താ ചെറിയ പീസസൊക്കെ നമ്മളിതുപോലെ ഓപ്പൺ ഇട്ടിട്ടുണ്ടല്ലോ ഒരു ഭാഗത്ത്, അത് കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ആ ഓപ്പണുള്ള ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി ആയി. ഇപ്പോൾ ഇതിന് മനസ്സിലായില്ലേ എന്താ ഉണ്ടാക്കണമെന്ന്. ഡസ്റ്ററാണ്. നിങ്ങൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാം. അതല്ലെങ്കിൽ വീട്ടിലിങ്ങനെ ബോർഡിൽ എഴുതി കളിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിതിങ്ങനെ 2 സൈസിലൊന്ന് വലുതൊന്നും ചെറുതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബാക്കി വരുന്ന തുണികളൊക്കെ നമ്മൾ വെറുതെ കളയുന്നതിന് പകരം ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.